പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ പരസ്യ ഭീഷണിയുമായി പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ. കേസിലെ ഒന്നാം പ്രതി അബ്ദുൽ സലാമാണ് പോലീസിനെ കോടതി വരാന്തയിൽ വെച്ച് പരസ്യമായി ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തു. നീയും സാക്ഷിയല്ലേ, ഞാൻ ശരിയാക്കിത്തരാമെന്നായിരുന്നു ഭീഷണി. നേരത്തെ രണ്ടാം സാക്ഷിയും വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇവരുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും പരസ്യമായി ഭീഷണിപ്പെടുത്തുകയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? സുരേഷ്, തീർച്ചയായിട്ടും ഇന്നലെ വൈകിട്ട് ഒരു 5 മണിയോടുകൂടെയാണ് RSS പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിലെ ഒന്നാം പ്രതിയായ അബ്ദുൽ സലാം എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഉദ്യോഗസ്ഥന് നേരെ കോടതി വരാന്തയിൽ വെച്ച് ഭീഷണി മുഴക്കിയത്. നീയും കേസിലെ സാക്ഷിയല്ലേ, എനിക്കെതിരെ മൊഴി പറഞ്ഞാൽ ഇവിടെ വരണമല്ലോ, നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ തരത്തിലുള്ള ഒരു ഭീഷണിയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഉണ്ടായത്. കേസിലെ 8 പ്രോസിക്യൂഷൻ സഹായിയായ ഉദ്യോഗസ്ഥന് നേരെയാണ് ഭീഷണി ഉണ്ടായത്. നേരത്തെ ഇതേ ഉദ്യോഗസ്ഥനെ 8 പ്രോസിക്യൂഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. തുടർന്ന് വീണ്ടും ഇദ്ദേഹത്തെ നിയമിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് ഏതായാലും കേസെടുത്തിട്ടുണ്ട്. BNS 232(1) പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മുൻപ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഈ സഞ്ജിത്ത് വധക്കേസിലെ തന്നെ രണ്ടാം സാക്ഷിയെ വീട്ടിൽ കയറി ചെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. കാവിൽപ്പാട് സ്വദേശിയായ മുഹമ്മദ് ഇലിയാസ്, അതുപോലെ തന്നെ ചടനാംകുറിശി സ്വദേശിയായ ഇസ്മയിൽ എന്നിവരാണ് അന്ന് ഭീഷണി മുഴക്കിയിരുന്നത്. ഇതുവരെയും ഈ പാലക്കാട് നോർത്ത് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഭീഷണി മുഴക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കേസിലെ ഒന്നാം സാക്ഷിയും സഞ്ജിത്തിന്റെ ഭാര്യയുമായ അർഷികയുടെ ക്രോസ് വിസ്താരം ഇന്നലെ അഡീഷണൽ സെഷൻ കോടതിയിൽ പൂർത്തിയായിരുന്നു. അതിന് പിന്നാലെയാണ് കോടതി വരാന്തയിൽ വെച്ച് ഉദ്യോഗസ്ഥന് നേരെ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ശരി, അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ.